എമ്പുരാൻ സിനിമയുടെ പ്രശ്നങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു കാണും. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ മേജർ രവി സാർ ഭയങ്കര ഒരു ഫിലിം മേക്കറാണ്, ഭയങ്കര ഒരു ഫിലിം ലവറാണ് എന്നൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, കേട്ടിട്ടുള്ളത്. ഒരു കൂൾ മനുഷ്യനാണ്. പക്ഷേ ഇപ്പോൾ പുള്ളി ഒരു ലൈവൊക്കെ ചെയ്തിരിക്കുകയാണ് ലാലേട്ടനെ കുറിച്ച്. ലാലേട്ടൻ അങ്ങനെ സിനിമയൊന്നും കാണില്ല, പുള്ളി അഭിനയിക്കുന്ന സിനിമയൊന്നും കാണാനുള്ള സമയം പുള്ളിക്കില്ല. അതുകൊണ്ട് പുള്ളി സമയം കിട്ടിയാൽ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യും, പടത്തിൻ്റെ കഥ കേൾക്കും, കഥ കേട്ടിട്ട് അഭിനയിച്ചിട്ട് ആ സിനിമ അങ്ങനെ കാണില്ല എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചതാണ് ഈ എമ്പുരാനിൽ വന്ന പ്രശ്നങ്ങൾ. പൊളിറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ ഇപ്പോൾ. ഇതൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ അത് ലാലേട്ടനല്ല, അത് പൃഥ്വിരാജും മുരളി ഗോപിയും കൂടെ പണിഞ്ഞു വെച്ചതാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണേലും സംഭവമൊക്കെ വെടിപ്പായിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ ഇന്ന് രാവിലെ വന്നിട്ടൊരു പോസ്റ്റൊക്കെ ഇട്ട് പുള്ളി സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പടം, നമ്മുടെ ഈ എമ്പുരാൻ പടം റീസെൻസറിങ്ങിന് വേണ്ടി പോകുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിനകത്തുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വെട്ടിമാറ്റാൻ പോവാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പുള്ളിയുടെ പോസ്റ്റിൽ അത് പറയുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും ഭയങ്കര സംഭവങ്ങളൊക്കെ അതിനകത്തുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത്രയ്ക്കും പ്രഷർ ഉണ്ടായിട്ടുണ്ട്, പുള്ളിക്ക് താങ്ങാൻ പറ്റാത്ത അത്രയും പ്രഷർ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ലാലേട്ടൻ ഇത് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തതെന്നുള്ളത് വളരെ ഓബ്വിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണേലും സിനിമ എടുക്കാൻ ഇത്രയ്ക്കും ബുദ്ധിമുട്ടാണ് നമ്മുടെ നാട്ടിൽ. അത് ചില ആൾക്കാരെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് വലിയ പ്രശ്നമാണ് എന്നുള്ളതിനൊരു തെളിവാണിത്. എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ കാണാം. എനിക്ക് തോന്നുന്നത് മേജർ രവിക്ക് ഒരു വലിയൊരു ത്രെട്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ലാലേട്ടൻ്റെ മറ്റേ കേണൽ പദവിയൊക്കെ പിടിച്ചു മേടിക്കും, അയാളെ കൊണ്ട് സോറി പറയിപ്പിച്ചോ എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു മേജർ രവിയുടെ ലൈവ് കഴിഞ്ഞിട്ട് ഇന്ന് ലാലേട്ടൻ സോറിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതെൻ്റെ ഒരു നിഗമനമാണ്, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. അതാണ് സംഭവിച്ചിരിക്കണം, അങ്ങനെ വേണം സംഭവിച്ചിരിക്കാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭയങ്കര പ്രശ്നമാണല്ലോ ഭൈ, അല്ലേ? മോഹൻലാൽ പോലത്തെ ഒരാളിനെ പുള്ളിയുടെ സിനിമ പുള്ളി കാണാതെ അതിൻ്റെ ഒരു പ്രീമിയറിനൊക്കെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് മറ്റേ ഉദയനാണ് താരത്തിലോ ഏതോ ഒരു സിനിമയിൽ കാണിക്കുമല്ലോ, പുള്ളി ഇങ്ങനെ ഡയറക്ടർ ആർട്ടിസ്റ്റിനെ പറ്റിക്കുന്ന സംഭവം. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ഉദ്ദേശിക്കുന്ന ആൾക്കാർ. പക്ഷേ അത് മോഹൻലാലിൻ്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പൃഥ്വിരാജിനെ രാജപ്പൻ എന്ന് വിളിക്കുന്നുണ്ട്, അത് എന്താണേലും ഭയങ്കര വെടിപ്പായിട്ടുണ്ട്. പൃഥ്വിരാജിന് അങ്ങനെ ഒരു പണി കൊടുക്കണമായിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരാളുടെ കൂടെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ഇത്രയ്ക്കും ഒരു മണ്ടനായിട്ടുള്ള ഒരാളൊന്നല്ല മോഹൻലാൽ. ഇതുപോലത്തെ ഒരു പ്രതിഭ പൃഥ്വിരാജിൻ്റെ കൂടെ അഭിനയിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഇവരെല്ലാം ചേർന്നിട്ടുള്ള പരിപാടിയാണ്. ഇതൊരു പ്രൊമോഷൻ മെറ്റീരിയലാണ്, ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊമോഷൻ മെറ്റീരിയലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ നേരത്തെ കണ്ട് മനസ്സിലാക്കി അങ്ങനെയാണ് അഭിനയിക്കാനൊക്കെ സമ്മതിച്ച്. അത് പ്രൊഡ്യൂസറാണ് ലാലേട്ടനാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആശീർവാദ് സിനിമ എന്ന് പറയുന്നത് ആൻ്റണി പെരുമ്പാവൂർ എന്നൊക്കെ